നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരിക്കൽ പിണറായി വിജയന്റെ അന്തഃപുര രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരായിരുന്നു PV അൻവറും KT ജലീലുമൊക്കെ. ഇന്നിതാ KT ജലീൽ വിഘടിച്ചു നിൽക്കുന്നു. ഒരിക്കൽ പിണറായി വിജയന് വേണ്ടി ചാവേർ പണിയെടുത്തിരുന്ന ADGP അജിത് കുമാറും PV അൻവറുമൊക്കെ പരസ്പരം വെല്ലുവിളിക്കുന്നു. കൊള്ളസംഘത്തിൽ എന്താണ് നടന്നതെന്നറിയാൻ ജനങ്ങൾ കാതുകൂർപ്പിക്കുന്നു. എന്നാൽ PV അൻവറിന് പിന്തുണയുമായി KT ജലീൽ എത്തിയിടത്താണ് കാര്യങ്ങളുടെ ട്വിസ്റ്റ് തുടങ്ങുന്നത്. തൊട്ടു പിന്നാലെ കാരാട്ട് റസാക്കും. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വരുന്ന കമന്റുകൾ ഏറെ ശ്രദ്ധേയമാണ്. ചില ട്രോളുകളും. PV അൻവറിന്റെ കയ്യിൽ ADGP അജിത് കുമാറിനെതിരെയുള്ള തെളിവുണ്ട്. PV അൻവറിനെതിരായ തെളിവുകൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ തെളിവുകൾ ADGP അജിത് കുമാറിന്റെ കൈവശമുണ്ട്. ഇനി ADGP അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുമുള്ള എല്ലാ രഹസ്യങ്ങളും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുടെ കയ്യിലുണ്ട്. ചുരുക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുകയല്ലാതെ കൈ ചൂണ്ടാൻ ആർക്കും ധൈര്യമില്ല. അതാണിപ്പോഴത്തെ അവസ്ഥ. മറുവശത്ത് ഓരോ കഥകൾ ഉയർത്തി വ്യാജ പീഡന പരാതി പോലും അങ്ങ് മലപ്പുറത്തുയരുന്നു. ഒറ്റയടിക്ക് 3 പോലീസ് ഉദ്യോഗസ്ഥരെ തീർക്കലായിരുന്നു ചില ഗൂഢാലോചനക്കാരുടെ സിദ്ധാന്തം. ഇതിനൊക്കെ പാർട്ടി കൂട്ടുനിൽക്കുന്നുണ്ടോ എന്ന് കേരളത്തിലെ സാധാരണ ജനങ്ങൾ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ നിശ്ചിതമായി വിമർശിച്ച് റെഡ് ആർമി എന്ന സോഷ്യൽ മീഡിയ. തൊട്ടു പിന്നാലെ റെഡ് ആർമിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് P ജയരാജന്റെ മകൻ ജെയിൻ രാജ് DYSP ബെന്നിക്കെതിരെ രൂക്ഷമായ ഫേസ്ബുക്ക് പോസ്റ്റിട്ട് മണിക്കൂറുകൾക്കകം റെഡ് ആർമിയെ തന്നെ ചോദ്യം ചെയ്തു. ആരാണിതിൻ്റെ അഡ്മിൻ? നിങ്ങൾ മറനീക്കി പുറത്തു വരണം. എല്ലാ തലങ്ങളിലും ദുരൂഹതകൾ മാത്രമാണ് ബാക്കി. എന്തിനാണിത്ര ദുരൂഹതകൾ? ആരെയാണ് ഭയപ്പെടുന്നത്? പരസ്പരം ചെളിവാരിയെറിയുകയും പോർവിളിക്കുകയും ചെയ്യുമ്പോൾ പലതും മൂടിവെക്കപ്പെടുന്നു. അവിടെയാണ് സംസ്ഥാന സമ്മേളനങ്ങൾ ശ്രദ്ധേയമാകുന്നതും. എനിക്ക് മുഖം നോക്കി പറയാനാണ് ഇഷ്ടം, ഞാൻ മുഖമൊളിപ്പിച്ച് സംസാരിക്കാറില്ല എന്ന് ജയരാജന്റെ മകൻ. P ജയരാജനും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ CPM സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാതെ EP ജയരാജൻ ഇപ്പോഴും പാർട്ടിയോട് മുഖം തിരിച്ച് കട്ടയ്ക്ക് നിൽക്കുന്നു. EP ജയരാജന്റെ പ്രതിഷേധമത്രയും പിണറായി വിജയന് നേർക്കാണ്. പിണറായി വിജയനെ കണ്ടിറങ്ങിയ PV അൻവർ പിന്നീട് MV ഗോവിന്ദനെ കണ്ടു. ഗോവിന്ദനും EP ജയരാജനും P ജയരാജനുമൊക്കെ നിശബ്ദമായി അൻവറിനെ പിന്തുണയ്ക്കുന്നു. പിണറായി വിജയനെതിരെയുള്ള കൊട്ടാര വിപ്ലവത്തിന് പിന്നിലെ യഥാർത്ഥ പ്രതികൾ ആരാണ്? അവിടെയാണ് കൂടുതൽ സംശയങ്ങൾ ശക്തമാകുന്നതും. അന്തഃപുര വിപ്ലവത്തിന് തുടക്കമിടാൻ കാരണം മുഹമ്മദ് റിയാസാണ് എന്ന് കൃത്യമായ സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്നു. PV അൻവർ ഒരു മന്ത്രിസ്ഥാനം സ്വപ്നം കണ്ടു. അതിനേക്കാൾ ഏറെ മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നയാളാണ് KT ജലീൽ. ഇക്കുറി ജലീലിനെ തഴഞ്ഞു. ഇനി ഒരു മന്ത്രിസ്ഥാനം തന്നെ തേടി വരില്ല എന്ന് KT ജലീൽ തിരിച്ചറിഞ്ഞിരുന്നു. കാരണം മുഹമ്മദ് റിയാസ് എന്ന തടസ്സം തനിക്ക് മുന്നിലുണ്ട്. നിയമസഭയിൽ 2015 ബജറ്റ് അവതരണത്തിനിടയിൽ സ്പീക്കറുടെ കസേര തള്ളിയിട്ടത് അബദ്ധമായി പോയി എന്ന് KT ജലീൽ തുറന്നു സമ്മതിച്ചതിന് പിന്നിൽ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. പാർട്ടി ചെയ്യുന്ന പല കാര്യങ്ങളും അബദ്ധമാണ് എന്ന് തുറന്നു പറയണം എന്ന ആവശ്യം. അധ്യാപക ദിന പോസ്റ്റിന് താഴെ വന്ന ഒരു കമന്റിന് മറുപടിയായാണ് ജലീലിന്റെ കമന്റ്. ഞാൻ ആ കസേരയിൽ തൊടാൻ പാടില്ലായിരുന്നു, അതൊരു അബദ്ധമായി പോയി. മനുഷ്യനല്ലേ, വികാരത്തള്ളിച്ചയിൽ സംഭവിച്ച കൈപ്പിഴ. അധ്യാപക ദിനത്തിന്റെ ഭാഗമായി KT ജലീൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിനെതിരെ ഇടതണികൾ തന്നെ രംഗത്തെത്തി. രക്തസാക്ഷിയുടെ രക്തത്തെക്കാൾ വിശുദ്ധിയുണ്ട് പണ്ഡിതനായ ഗുരുവിന്റെ പക്ഷിക്ക്. ഇതായിരുന്നു KT ജലീലിന്റെ പ്രയോഗം. രക്തസാക്ഷികളുടെ രക്തം തള്ളിപ്പറഞ്ഞിരിക്കുന്നു KT ജലീൽ എന്നാണ് സൈബർ സഖാക്കൾ മുറവിളിയിട്ടത്. രക്തസാക്ഷികളുടെ രക്തത്തിന്റെ വിശുദ്ധി താഴ്ത്തിക്കെട്ടേണ്ടിയിരുന്നില്ല KT ജലീൽ എന്നവർ കുറിപ്പുകൾ എഴുതി. അതുകൊണ്ട് തന്നെ KT ജലീൽ ഉന്നം വെച്ചത് വെറുതെയല്ല എന്ന് വ്യക്തം. രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്ന പാർട്ടിയുടെ പല നടപടികളും അബദ്ധമായി പോയി എന്ന് KT ജലീൽ പറയാതെ പറയുന്നു. പാർട്ടിക്ക് വേണ്ടി ജീവൻ നൽകിയ രക്തസാക്ഷികളെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ പോസ്റ്റ് എന്ന് സൈബർ കമ്മികൾ. KT ജലീൽ കട്ടയ്ക്ക് തന്നെയാണ് ഇപ്പോൾ നിൽപ്പ്. അൻവറിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് താൻ പിൻവാങ്ങുന്നു എന്ന് പ്രഖ്യാപിച്ചിരുന്നു KT ജലീൽ. ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള തന്റെ പോരാട്ടം തുടരുമെന്നും ജലീൽ പറഞ്ഞിരുന്നു. അതുതന്നെയാണ് അൻവർ ആവർത്തിക്കുന്നതും. ആരോപണങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രിയെ കണ്ടിറങ്ങിയ PV അൻവറെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന KT ജലീലിന്റെ ഫോട്ടോ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരുന്നു. ചുരുക്കത്തിൽ അൻവർ ഒറ്റയ്ക്കല്ല എന്ന സന്ദേശം കൃത്യമായി പകർന്നു നൽകാനാണ് KT ജലീൽ ശ്രമിച്ചത്. കേരളത്തിന്റെ പോലീസ് സംവിധാനത്തെ ആകെ തകർത്തെറിഞ്ഞ, മറുവശത്ത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ഇഞ്ചിഞ്ചായി വലിച്ചു കീറിയ അൻവറിനെതിരെ ഒരു ചെറുവാക്ക് പോലും സംസാരിക്കാൻ പാർട്ടിയിൽ ആരുമില്ല.
മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏത് ഭയത്തിൻ്റെ പൂട്ടിട്ട് പൂട്ടിയാലും അൻവർ പൂർണ്ണമായി ഒതുങ്ങിയിട്ടില്ല എന്നതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു. KT ജലീലിന്റെ പോക്ക് അപകടകരമായ സ്ഥിതിയിലേക്കാണ് എന്ന് മനസ്സിലാക്കിയ വി ശിവൻകുട്ടി ഇന്ന് തിരിച്ചടിച്ചു. അത് വ്യക്തിപരമായ പോസ്റ്റ് എന്നായിരുന്നു ശിവൻകുട്ടിയുടെ വാദം. KT ജലീൽ നടത്തിയത് വ്യക്തിപരമായ അഭിപ്രായ പ്രകടനമാണ്. നിയമസഭാ കയ്യാങ്കളി കേസിലെ പ്രതി കൂടിയാണ് ശിവൻകുട്ടി. വിചാരണ തുടങ്ങാനിരിക്കെ അന്നത്തെ സംഭവം തെറ്റെന്നോ ശരിയെന്നോ പറയുന്നില്ല. ബാക്കി കാര്യങ്ങൾ കോടതി തീരുമാനിക്കട്ടെ എന്നാണ് ശിവൻകുട്ടി പറഞ്ഞത്. പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കാനിരിക്കെ ഇപ്പോൾ പാർട്ടിയുടെ സന്ദേശം പുറത്തു വരുന്നു. പണത്തോടുള്ള ആസക്തി പാർട്ടി അംഗങ്ങളിൽ വല്ലാതെ വളരുന്നതായി CPM പറയുന്നു. അതിന്റെ ഭാഗമായി അഴിമതിയും ക്രിമിനൽ പ്രവണതകളുമൊക്കെ വർദ്ധിക്കുന്നു. MV ഗോവിന്ദൻ ഉന്നം വയ്ക്കുന്നത് പിണറായി വിജയനെ തന്നെ. അതിലപ്പുറം പിണറായി വിജയനെതിരായ ശക്തമായ ലോബി ഇപ്പോൾ പാർട്ടിയിലുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ ഓരോ സംഭവ വികാസങ്ങളും. മുഹമ്മദ് റിയാസിനെ ആദ്യം വീഴിക്കുക, പിണറായിയെ ദുർബലനാക്കുക. തുടർഭരണം ലഭിക്കണമെങ്കിൽ പിണറായി വിജയൻ മാറണം എന്ന സന്ദേശം പാർട്ടിയിൽ പരത്തുക. അതിനുശേഷമാകും ഇനി ആത്യന്തിക വിപ്ലവം. കേരളത്തിലെ പാർട്ടിയെ തെറ്റായ പ്രവണതകളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ആഹ്വാനമാണ് ഇപ്പോൾ CPM നൽകുന്നതെന്ന് നേതാക്കൾ പറയുന്നു. ഇപ്പോൾ ആരംഭിച്ച പാർട്ടി സമ്മേളനങ്ങളിൽ നേതൃത്വം നൽകണമെന്ന് സംസ്ഥാന കമ്മിറ്റി നിഷ്കർഷിക്കുന്നു. സർക്കാരിന്റെയും പാർട്ടിയുടെയും ഉന്നത തലങ്ങളിൽ പഴിവിട്ട പലതും നടക്കുന്നുണ്ട് എന്ന ആരോപണം ശക്തി പ്രാപിക്കുമ്പോഴാണ് ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ തിരുത്തലിന് വേദിയാക്കണമെന്ന നേതൃത്വത്തിന്റെ ആവശ്യം. ഭരണത്തിലുള്ള സ്വാധീനമാണ് തെറ്റായ പ്രവണതകൾക്ക് വഴിയൊരുക്കുന്നത് എന്ന് സമ്മേളനങ്ങൾക്കായി സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ രേഖയിൽ ചൂണ്ടിക്കാട്ടി. MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ള രേഖ ചുരുക്കത്തിൽ പിണറായി വിജയനെ ഉന്നം വയ്ക്കുന്നത് തന്നെ. വ്യക്തി ജീവിതചര്യകൾ കമ്മ്യൂണിസ്റ്റുകാർ പുലർത്തേണ്ട ലാളിത്യവും സത്യസന്ധതയും ഉയർത്തിപ്പിടിക്കാനാകണം. മാതൃകാപരമായ പൊതുപ്രവർത്തനത്തിന് വിഘാതമായ ഒന്നും തന്നെ പാർട്ടി അംഗങ്ങളിൽ നിന്നുണ്ടാകരുത്. പാർട്ടിയെ പ്രതിനിധീകരിക്കാൻ തക്ക സ്വഭാവ ഗുണവും പൊതു അംഗീകാരം ഉള്ളവരായ അംഗങ്ങൾ മാറണം. തദ്ദേശ സ്ഥാപനങ്ങളിലും സഹകരണ മേഖലയിലും നടക്കാൻ പാടില്ലാത്ത പലതും നടക്കുന്ന കാര്യം നേതൃത്വം ഓർമ്മിപ്പിക്കുന്നു. പാർട്ടി സബ് കമ്മിറ്റികൾ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. പാർട്ടിക്കും സർക്കാരിനുമെതിരെ നടക്കുന്ന സംഭവങ്ങളുടെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ അതിവൈകാരികതയോടെ പ്രതികരിക്കരുത്. ജനങ്ങൾക്കിടയിൽ സ്വാധീനത്തിന് കുറവുണ്ടായി എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നു. ഇത് തിരിച്ചുപിടിക്കാൻ അവർക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നതിനൊപ്പം പാർട്ടിയുടെ പ്രതിച്ഛായയെ വീണ്ടെടുക്കണം എന്ന ആഹ്വാനമാണിപ്പോൾ നേതൃത്വം ജില്ലാ ഘടകങ്ങൾക്കും കീഴ്ഘടകങ്ങൾക്കും നൽകുന്നത്. പുതിയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയണം. അതിനുതകുന്ന തരത്തിൽ വിമർശനം, സ്വയം വിമർശനം എന്ന സംഘടനാ രീതി അവലംബിക്കണമെന്നും ശുദ്ധീകരണത്തിന് ശ്രമിക്കണമെന്നും നേതൃത്വം പറയുന്നു. ഇതെല്ലാം തുടക്കമിടേണ്ടത് പിണറായി വിജയന്റെ ആ കേന്ദ്രത്തിൽ നിന്ന് തന്നെ. ആഭ്യന്തരം തന്നെ തകർന്നടിഞ്ഞു നിൽക്കുമ്പോൾ കീഴ്ത്തട്ടിലുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ചെറു നേതാക്കളെ തിരുത്താൻ എങ്ങനെ പാർട്ടിക്ക് കഴിയും? അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ വിപ്ലവം തുടങ്ങിയെന്ന് നമുക്ക് കരുതേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.